നമസ്കാരം. നമ്മുടെ രാജ്യത്തെ ജനസംഖ്യയുടെ 1% ആളുകൾ പാർക്കിൻസൺസ് രോഗമെന്ന മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള ഒരു അസുഖമായി ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അറിയാം പാർക്കിൻസൺസ് രോഗത്തെക്കുറിച്ച്. 2016 ഒരു സർവേ പ്രകാരം നമ്മുടെ മൊത്തം ജനസംഖ്യയുടെ 0.04%, അതായത് 5,80,000 ജനങ്ങൾ, 60 വയസ്സിന് മുകളിലുള്ള 5,80,000 ജനങ്ങൾക്ക് പാർക്കിൻസൺസ് രോഗമുണ്ട് എന്ന് ഒരു സർവേയിലൂടെ കണ്ടെത്തിയിരുന്നു. അതിനുശേഷം 4 വർഷത്തിന് ശേഷം ഈ 0.04%, 0.08%, ഏകദേശം ഇരട്ടിയോളമായിട്ട് ഉയർന്നു. 2024 ഒരു സർവേ പ്രകാരം 1%-ലധികം മൊത്തം ജനസംഖ്യയുടെ, 60 വയസ്സിന് മുകളിലുള്ളവർ മാത്രമല്ല, നമ്മുടെ മൊത്തം ജനസംഖ്യയുടെ 1% മുകളിലുള്ള ആളുകൾ പാർക്കിൻസൺസ് രോഗവുമായി ജീവിക്കുന്നു എന്നാണ് ഏറ്റവും അടുത്ത ഒരു സർവേ പ്രകാരം പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ. ആയുർവേദത്തിൽ കമ്പവാദം എന്നാണ് പാർക്കിൻസൺസ് രോഗത്തിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ബസവരാജീയം എന്ന ആയുർവേദ ഗ്രന്ഥത്തിൽ കമ്പവാദത്തെക്കുറിച്ചും കമ്പവാദത്തിന്റെ രോഗലക്ഷണങ്ങളെക്കുറിച്ചും അതിന്റെ ചികിത്സകളെക്കുറിച്ചും വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പാർക്കിൻസൺസ് പ്രധാനമായും ചലനത്തെ, നമ്മുടെ ശരീരത്തിന്റെ ചലനത്തെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. വിറയൽ, ട്രമേഴ്സ് ആണ് ഏറ്റവും പ്രധാന രോഗലക്ഷണമായി പാർക്കിൻസൺസ് രോഗത്തിൽ പറയുന്നത്. ട്രമേഴ്സ് ആണ് പ്രധാന രോഗലക്ഷണമായി പറയുന്നതെങ്കിലും നമ്മുടെ മൂവ്മെന്റിന്, നടക്കുമ്പോൾ നമ്മുടെ പേശികൾക്ക് ഉണ്ടാകുന്ന ദൃഢത മൂലം നടക്കാനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ബാലൻസ് നഷ്ടപ്പെടുന്ന അവസ്ഥ, പ്രത്യേകിച്ച് ഒരു നേർവരയിലൂടെ നടന്ന് ടേണിങ്ങിന് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അവസ്ഥ, പേശികളിൽ ഉണ്ടാവുന്ന ദൃഢത, ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ട്, എഴുന്നേറ്റ് കഴിഞ്ഞാൽ നടന്നു തുടങ്ങാനുള്ള ബുദ്ധിമുട്ട്, കുറച്ചു നേരം നടന്ന നടത്തത്തിന്റെ വേഗം പതുക്കെയാവുക, നിവർന്നു നിൽക്കുമ്പോൾ ശരീരത്തിന്റെ പോസ്ചർ മുന്നിലോട്ട് വളയുക തുടങ്ങിയവയാണ് ഈ പാർക്കിൻസൺസ് രോഗത്തിന്റെ പ്രധാന രോഗലക്ഷണങ്ങൾ. നമ്മുടെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ പ്രധാനമായിട്ടും 3 നമുക്ക് തരംതിരിക്കാം: മോട്ടോർ ഫങ്ഷൻസ്, കോഗ്നിറ്റീവ് ഫങ്ഷൻസ്, സെൻസറി ഫങ്ഷൻസ്. മോട്ടോർ ഫങ്ഷൻസിൽ പെടുന്ന കാര്യങ്ങളാണ് നേരത്തെ ഞാൻ പറഞ്ഞ നടത്തത്തിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, മറ്റെല്ലാം. കോഗ്നിറ്റീവിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ, ഉറക്കത്തിൽ പേടി സ്വപ്നങ്ങൾ കാണുക, അവ്യക്തമായി സംസാരിക്കുക, ഞെട്ടിയുണരുക, അമിതമായിട്ടുള്ള ടെൻഷൻ, അമിതമായ ഉത്കണ്ഠ, അമിതമായ ദേഷ്യം, അമിതമായ വികാര പ്രകടനങ്ങൾ, അതായത് ഇമോഷൻസ്, അതുപോലെ തന്നെ ഒരു തീരുമാനമെടുക്കാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കൺഫ്യൂഷൻസ്, അനാവശ്യമായിട്ടുള്ള പേടി, ഇതെല്ലാം കോഗ്നിറ്റീവ് ഫങ്ഷൻസിൽ വരുന്നു. അടുത്തത് സെൻസറി ഫങ്ഷൻസ് ആണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് ഈ സെൻസറി ഫങ്ഷൻസിൽ പ്രധാനമായിട്ടും വരുന്നത്. ഇമാജിനറി ഫങ്ഷൻസ് ആണ് ഇതിൽ വരുന്നത്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ആരോ അതിന് നടന്നു പോയി എന്ന് തോന്നുക, കർട്ടന്റെ പുറകിൽ, വാതിലിന്റെ പുറകിൽ ആരോ ഒളിച്ചു നിൽക്കുന്നുണ്ടെന്ന് തോന്നുക, ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക, മണം കൃത്യമായി കിട്ടാത്ത അവസ്ഥ, രുചി കൃത്യമായി കിട്ടാത്ത അവസ്ഥ, ചൂടാണെങ്കിൽ തണുപ്പാണെന്നും തണുപ്പാണെങ്കിൽ ചൂടാണെന്നും തോന്നുന്ന രോഗാവസ്ഥ, ഇതെല്ലാമാണ് സെൻസറി ഫങ്ഷൻസിൽ പ്രധാനമായിട്ടും വരുന്നത്. ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ മസ്തിഷ്കത്തിലെ കോശങ്ങൾ ക്രമേണ ക്ഷയിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു രോഗാവസ്ഥ ഉണ്ടാവുന്നത്. പ്രധാനമായും സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറയുന്ന ഭാഗത്തെ കോശങ്ങൾ ക്ഷയിക്കുന്നത് മൂലം ഡോപ്പമിൻ എന്നൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ കൃത്യമായി പ്രൊഡ്യൂസ് ആവാതെ വരികയും, ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് നമ്മുടെ ശരീരത്തിന്റെ ചലനത്തെയും എല്ലാം നിയന്ത്രിക്കുന്നത്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അപ്പോൾ ആ ന്യൂറോ ട്രാൻസ്മിറ്റർ കൃത്യമായി പ്രൊഡ്യൂസ് ആവാതെ വരുന്ന ഒരവസ്ഥയിലാണ് വോളണ്ടറി മൂവ്മെന്റ്സ് എല്ലാം ഇൻവോളണ്ടറി ആയിട്ട് മാറുന്നത്. നമ്മുടെ ശരീരത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളെ എല്ലാം ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തുവാണ് നിയന്ത്രിക്കുന്നത്. ഇതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പാരമ്പര്യമായിട്ടുള്ള ഘടകം, അതായത് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അടുത്ത ബന്ധുക്കൾക്കോ പാർക്കിൻസൺസ് രോഗമോ അല്ലെങ്കിൽ മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള മറ്റെന്തെങ്കിലും രോഗാവസ്ഥ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത് വരാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ
ദീർഘകാലം മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള മറ്റെന്തെങ്കിലും അസുഖങ്ങൾക്കോ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കോ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കോ സ്റ്റിറോയിഡ് പോലുള്ള മരുന്നുകൾ ദീർഘകാലം 1 വർഷമോ 2 വർഷമോ 5 വർഷമോ ഒക്കെ ദീർഘകാലം ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് പാർക്കിൻസൺസ് രോഗം പോലെയുള്ള രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ തലയ്ക്ക് ഏൽക്കുന്ന ക്ഷതങ്ങൾ, ഇന്റേണൽ ആയിട്ടുള്ള ബ്ലീഡിങ്ങുകൾ, ക്ലോട്ടുകൾ, അല്ലെങ്കിൽ തലയ്ക്ക് എന്തെങ്കിലും ക്ഷതമേൽക്കുക, തല പൊട്ടുക, ചോര വരിക, റോഡ് ട്രാഫിക് ആക്സിഡന്റ് പോലെയുള്ള അവസ്ഥ ഉണ്ടാവുകയും ക്രമേണ ഒരു ഇൻസിഡന്റ് നടന്നതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം പാർക്കിൻസൺസ് രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. വാസ്കുലർ പാർക്കിൻസോണിസം എന്നാണ് ഈ രോഗാവസ്ഥയെ നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ കെമിക്കൽ ഇന്ററാക്ഷൻസ്, അമിതമായി പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, വളങ്ങള് പോലെയുള്ള കെമിക്കൽ ഇന്ററാക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള രോഗാവസ്ഥ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള തൈറോയിഡ്, പ്രമേഹം, അമിതവണ്ണം, ഇത് രക്തസമ്മർദ്ദം പോലുള്ള അസുഖങ്ങൾക്ക് ദീർഘകാലമായി മരുന്ന് കഴിക്കുകയും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വ്യായാമങ്ങളോ മറ്റു കാര്യങ്ങളോ ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ജോലിഭാരം, ഭയങ്കര സ്ട്രെസ് പോലെയുള്ള അവസ്ഥയിലൂടെ ദീർഘകാലം കടന്നു പോവുകയാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാധാരണയായിട്ട് അലോപ്പതി മരുന്നുകളാണ് ഒട്ടധികം ആൾക്കാരും കഴിക്കുന്നുണ്ടാവുക. ആ അലോപ്പതി മരുന്നുകളോടൊപ്പം തന്നെ സേഫ് ആയിട്ട് നമുക്ക് ആയുർവേദ മരുന്നുകളും കഴിക്കാവുന്നതാണ്. ആയുർവേദ ചികിത്സ പ്രധാനമായും 3 സ്റ്റെപ്പുകളിലായിട്ടാണ് പറയുന്നത്: ശമന ചികിത്സ, ശോധന ചികിത്സ, രസായന ചികിത്സ. ശമന ചികിത്സ എന്ന് പറയുന്നത് രോഗി ഡോക്ടറുടെ അടുത്ത് വന്ന് ഡോക്ടർ ആ രോഗിയുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചോദിച്ചറിഞ്ഞതിന് ശേഷം അവരുടെ രോഗാവസ്ഥയ്ക്കും രോഗത്തിന്റെ തീവ്രതയ്ക്കും അനുസരിച്ച് മരുന്നുകളും, അകത്തേക്കുള്ള മരുന്നുകളും പുറമെ പുരട്ടുന്നതിനുള്ള മരുന്നുകളും നിർദ്ദേശിക്കുന്നു. ഇത് 1 മാസമോ 2 മാസമാണ് ഈ ശമന ചികിത്സ നമുക്ക് ചെയ്യാൻ സാധിക്കുക. അതിനുശേഷം പ്രധാന ചികിത്സയുള്ള ശോധന ചികിത്സ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രോഗിയോട് അഡ്വൈസ് ചെയ്യുന്നു. ശോധന ചികിത്സ ഒരു ആശുപത്രിയിൽ, ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു ചികിത്സയാണ്. അത് ആ ചികിത്സ പഞ്ചകർമ്മ ചികിത്സയും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചികിത്സയാണ്. ഈ ആയുർവേദ തെറാപ്പി പഞ്ചകർമ്മ ചികിത്സയോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പി, സൈക്കോളജി കൗൺസിലിംഗ്, സ്പീച്ച് തെറാപ്പി, യോഗ പോലെയുള്ള ഇന്റഗ്രേറ്റഡ് ട്രീറ്റ്മെന്റും കൂടെ സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ശോധന ചികിത്സ ചെയ്യുന്നത്. ഫിസിയോതെറാപ്പി പോലെയുള്ള ചികിത്സകൾ ആയുർവേദത്തോടൊപ്പം ചെയ്യുമ്പോൾ ബാലൻസ് ട്രെയിനിങ് അല്ലെങ്കിൽ നടത്തത്തിന്റെ ബുദ്ധിമുട്ടുകൾ, ഏതെങ്കിലും ഒരു മസിലുകൾക്ക് സ്ട്രെങ്ത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സ്ട്രെങ്ത് ആക്കി എടുക്കുക പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഫിസിയോതെറാപ്പിയിലൂടെ ചെയ്യാൻ സാധിക്കുന്നു. ഡിസ്ഫാജിയ, ഡിസാർട്രിയ, ഭക്ഷണം ഇറക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ചുമ പോലെയുള്ള കാര്യങ്ങൾ വരിക, അല്ലെങ്കിൽ ചില വാക്കുകൾ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, നമ്മുടെ സ്പീച്ച് ക്ലിയർ അല്ലാതെ വരുന്ന അവസ്ഥ, ഇത്തരം അവസ്ഥകളിൽ സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ സേവനം വളരെ അത്യാവശ്യമായിട്ട് വരും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായി ദഹിക്കാതെ വരികയും അല്ലെങ്കിൽ അബ്സോർബ് ആവാതെ വരികയും ചെയ്യുന്ന ഒരവസ്ഥയിൽ ഒരു ഡയറ്റീഷ്യൻ നിർദ്ദേശിച്ചു തരുന്ന ഭക്ഷണക്രമങ്ങൾ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, ഹീമോഗ്ലോബിൻ പോലെയുള്ള കാര്യങ്ങൾ കൃത്യമായി നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നതാണ്. യോഗ, പ്രാണായാമം പോലുള്ള നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉണർവേകുന്ന ഒരു ടെക്നിക്കാണ്. അപ്പൊ ആയുർവേദ ചികിത്സയോടൊപ്പം ഈ ശോധന ചികിത്സ എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു 3 ആഴ്ച 4 ആഴ്ച രോഗി ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള ഭക്ഷണങ്ങളും പഥ്യങ്ങളും എല്ലാം ആചരിച്ചുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു സ്റ്റേജിലുള്ള പേഷ്യൻസിനും അവരുടെ സ്റ്റേജ് ഇംപ്രവൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. 3ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് രസായന ചികിത്സയാണ്. അതായത് ഈ 3 ആഴ്ച 4 ആഴ്ച ഇവിടെ നിന്നിട്ടുള്ള രോഗിക്ക് നമ്മൾ കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നു. എന്ത് എക്സസൈസുകൾ അവർ ചെയ്യണം, ഏത് സമയത്ത് ഭക്ഷണം കഴിക്കണം, ഏത് സമയത്ത് മരുന്ന് കഴിക്കണം, എത്ര സമയം വ്യായാമം ചെയ്യണം, എന്തൊക്കെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി ഓർഗനൈസ് ചെയ്തു കൊടുക്കുന്ന ഈ 21 മുതൽ 28 ദിവസം വരെയുള്ള സമയത്ത് അത് വീട്ടിൽ പോയതിനു ശേഷം അവരത് കൃത്യമായി തന്നെ ഫോളോ ചെയ്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പാർക്കിൻസൺ രോഗം ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. കാര്യമായിട്ടുള്ള പഥ്യങ്ങൾ നമ്മൾ ഈ രോഗാവസ്ഥയിൽ പറയാറില്ല. കാരണം ഇതൊരു പ്രോഗ്രസീവ് ഡീജനറേറ്റീവ് ന്യൂറോ മസ്കുലർ ഡിസോർഡർ ആയതുകൊണ്ട് നമ്മൾ ആയുർവേദത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള പഥ്യം ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പേശികളും നാഡികളും ക്ഷയിക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് അതിനെ ക്ഷയിക്കാതിരിക്കേണ്ട ബൃംഹണമായിട്ടുള്ള
ഭക്ഷണ പദാർത്ഥങ്ങളും ഔഷധങ്ങളും മാത്രമാണ് പാർക്കിൻസൺസ് പോലെയുള്ള ഒരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസിൽ നമ്മൾ പറയാറുള്ളത്. അതുപോലെ തന്നെ അലോപ്പതി മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അലോപ്പതി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം, ന്യൂറോളജിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം അതേ ഡോസിൽ കണ്ടിന്യൂ ചെയ്യുകയും നിങ്ങളുടെ അസുഖം, രോഗാവസ്ഥ ഇംപ്രൂവ് ആവുന്നതിനനുസരിച്ച് അലോപ്പതി മരുന്നുകളുടെ ഡോസേജ് ക്രമേണ കുറച്ച് കൊണ്ടുവരാവുന്നതുമാണ്. പാർക്കിൻസൺസ് രോഗം പോലെ തന്നെ ഇന്ന് പാർക്കിൻസൺസ് രോഗം ഒരു അംബർല ടേം ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഉദാഹരണത്തിന് ഒരു കയ്യിൽ ഒരു ചെറിയ വിറവൽ വന്നാൽ പോലും അതിനെ പാർക്കിൻസൺസ് രോഗം എന്നാണ് ഇന്ന് ആധുനിക വൈദ്യം വിളിക്കുന്നത്. തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള കാര്യമാണത്. കാരണം റൈറ്റേഴ്സ് ക്രാമ്പ്, എസെൻഷ്യൽ ട്രെമേഴ്സ്, ഫാമിലി ട്രെമേഴ്സ് പോലെയുള്ള ഒരുപാട് അനുബന്ധ രോഗങ്ങൾ പാർക്കിൻസൺസ് രോഗത്തിൽ വരാറുണ്ട്. അതുപോലെ തന്നെ പ്രോഗ്രസീവ് സുപ്രാന്യൂക്ലിയർ പാൽസി, ഡിസ്റ്റോണിയാസ്, സെറിബ്രൽ അറ്റാക്സിയ, സെറബെല്ലർ അറ്റാക്സിയ, മൾട്ടിപ്പിൾ സിസ്റ്റം അട്രോപ്പി, മോട്ടോ ന്യൂറോൺ ഡിസീസസ്, അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലിറോസിസ് പോലെയുള്ള ഒട്ടനവധി ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് വരെയുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു പക്ഷേ ഇന്നൊരു അംബർല ടൈമായിട്ട് ഇത്തരത്തിൽ എന്ത് അസുഖം വന്നു കഴിഞ്ഞാൽ പോലും സൗകര്യാർത്ഥം പാർക്കിൻസൺസ് രോഗമെന്ന് വിളിച്ചു പോരുന്നുണ്ട്. തീർച്ചയായിട്ടും ആയുർവേദത്തിൽ ഇത് ഓരോന്നും വളരെ വ്യക്തമായി, ഓരോ അസുഖത്തിനെയും വളരെ വ്യക്തമായി അതിന്റെ രോഗങ്ങളും രോഗലക്ഷണങ്ങളും അതിന്റെ ചികിത്സകളും പ്രതിപാദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആയുർവേദം ശീലമാക്കും. ആരോഗ്യത്തോടെ ഇരിക്കൂ. നമസ്കാരം.